പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. ഇന്ന് രാവിലെയാണ് ചെന്നൈ കോടമ്പാക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിൽ റെയ്ഡ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഇഡി സംഘമാണ് റെയ്ഡ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെയും പ്രതിപക്ഷ നേതാക്കളെയും ഇഡി തുടങ്ങി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് പതിവായിരിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ RSS സംഘപരിവാർ ക്രൂരതകളെ വീണ്ടും ചർച്ചകളിലെത്തിച്ച എമ്പുരാൻ എന്ന സിനിമ നിർമ്മിച്ചതിൽ മുഖ്യ പങ്കാളിയാണ് ഗോകുലം ഗ്രൂപ്പ്. സമ്മർദ്ദങ്ങളെ തുടർന്ന് സിനിമ പുനർ സെൻസറിങ്ങിന് വിധേയമാക്കേണ്ടി വന്നു. 24 വെട്ടുകളാണ് എമ്പുരാനിൽ നടത്തിയത്. നേരത്തെ തന്നെ ഗോകുലം ഗോപാലൻ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് മാത്രമാണ് തന്റെ ബന്ധമെന്ന് പ്രതികരിച്ചിരുന്നു. സെൻസറിങ്ങിന് ശേഷം സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോഴാണ് റെയ്ഡ്. സിനിമയുമായി സഹകരിച്ചവരെയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ്. ഗുജറാത്ത് കലാപം പോലെ സംഘപരിവാർ സംഘടനകൾ RSS നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ ക്രൂരതകളെയും വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങളെയും മൂടിവെക്കുക, അത് പുറത്തെത്തിക്കുന്നവരെയും കലാസാംസ്കാരിക പ്രവർത്തകരെയും നിശബ്ദരാക്കുക എന്ന തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനിയും രഹസ്യങ്ങൾ പുറത്തുവരുന്നത് തടയുക എന്ന ലക്ഷ്യവും ഇതിലൂടെ നടപ്പാക്കിയെടുക്കുന്നു. ഇതിനെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ റെയ്ഡ് തുടരുകയാണ്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്.